പ്രണയമന്താരം. ദേ മോള് വരുന്നുണ്ട്, അച്ചമ്മ ആഹ്ലാദത്തോടെ പറഞ്ഞു. ഉമ്മർത്തിരിക്കുന്ന അപരിചിതരെ നോക്കി ഒരു ചെറു പുഞ്ചിരിയോടെ കല്ലു അവിടേക്ക് കടന്നു വന്നു. ഇളം റോസ് നിറമുള്ള ഒരു ചുരിദാറാണ് അവൾ ധരിച്ചിരിക്കുന്നത്. മെലിഞ്ഞൊരു പെൺകുട്ടിയാണ്. ഒരുപാട് പൊക്കവുമില്ല. 20 വയസ്സുണ്ടെന്ന് പറഞ്ഞെങ്കിലും അത്ര പോലും അവളെ കണ്ടാൽ തോന്നില്ല. ശ്രീകുട്ടിയുടെയും രാജിയുടെ അത്ര നിറമൊന്നും ഇല്ലെങ്കിലും വല്ലാത്തൊരു അഴകുണ്ട് അവളെ കാണാനെന്ന് ശോഭ ഓർത്തു. മോളുടെ പേര് ചോദിക്കാൻ ഞാൻ മറന്നു. ശോഭ അവളെ നോക്കി അച്ചമ്മയോട് ചോദിച്ചു. പേര് കാളന്തി. ഞങ്ങളെല്ലാവരും അവളെ കല്ലു എന്നാണ് വിളിക്കുന്നത്. അച്ചമ്മ മറുപടി കൊടുത്തു. കാളിന്തി അകത്തേക്ക് കയറി വന്നു. എല്ലാവരെയും നോക്കി ഒന്നുകൂടി ചിരിച്ചു. മോൾക്ക് ആരെയും മനസ്സിലായില്ലല്ലേ? ഇല്ല അച്ചമ്മേ. കല്ലു ഓർത്തത് അച്ചമ്മയുടെ ഏതെങ്കിലും ബന്ധുക്കളായിരിക്കുമെന്നാണ്. അവൾ രാജിയെയും ശ്രീകുട്ടിയെയും നോക്കി പുഞ്ചിരി തൂകി. ആരാണെന്നൊക്കെ പറയാം. മോള് പോയി കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ഇവർ വന്നിട്ട് ഒന്നും കൊടുത്തില്ല. അതെയോ, ഞാൻ ഇപ്പോൾ വരാം. അവൾ വേഗം അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങി. ഒന്നും വേണ്ടമ്മേ, ഞങ്ങളാ കവലയിൽ നിന്ന് നാരങ്ങ വെള്ളം കുടിച്ചിട്ടാണ് വന്നത്. ശോഭയാണ്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ആദ്യമായിട്ട് വന്നവരല്ലേ. ഇത്തിരി ചായയെങ്കിലും കുടിക്കാതെ എങ്ങനാ? നിങ്ങളിവിടെ ഇരിക്കെ, ഞാൻ ഇപ്പോൾ വരാം. അവർ കല്ലുവിനെയും കൂട്ടി അകത്തേക്ക് നടന്നു. ആരാ അച്ചമ്മ അതൊക്കെ? അവൾ പതിയെ ചോദിച്ചു. മോളെ, അവരുടെ മകനു വേണ്ടി നിന്നെ പെണ്ണ് ചോദിക്കാൻ വന്നതാ. അച്ചമ്മ പറഞ്ഞു നിർത്തി. പെട്ടെന്ന് കല്ലുവിൻ്റെ മുഖം വാടി. ഇതെന്താ അച്ചമ്മ പറയുന്നത്? കല്യാണാലോചനയോ? അതെ മോളെ, ചെറുക്കൻ ഡ്രൈവറാ. കുറച്ച് പാലെടുത്ത് ചായ തിളപ്പിക്കുവാനായി അവർ അടുപ്പത്തേക്ക് വെച്ചു. അച്ചമ്മേ, കല്ലു വിഷമത്തോടെ അവരെ വിളിച്ചു. അത് അവർക്ക് മനസ്സിലായി. എന്താ മോളെ? എനിക്കിപ്പോൾ കല്യാണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? വേണ്ടെങ്കിൽ വേണ്ട കുഞ്ഞേ. ഇവർ പക്ഷെ ആദ്യമായിട്ട് വന്നതല്ലേ. ആ രാജീവൻ ചേട്ടൻ പറഞ്ഞു വിട്ടതാ. കല്ലു ഒന്നും മിണ്ടാതെ നിന്നു. വല്ലാത്തൊരു നോവ് തന്നെ വന്ന് പൊതിയുന്നതായി അവൾക്ക് തോന്നി. അമ്മേ, ഒന്നും വേണ്ടായിരുന്നു കേട്ടോ. ശോഭയും പെൺമക്കളും കൂടി അടുക്കളയിലേക്ക് കയറി വന്നു. അങ്ങനെ പറഞ്ഞാൽ ഒക്കുകയല്ല. ആദ്യമായിട്ട് വന്നിട്ട് ഇത്തിരി ചായ പോലും കുടിക്കാതെ പോയാൽ എങ്ങനാ? അച്ചമ്മ ശോഭയോട് പറഞ്ഞു. മോളെ, എൻ്റെ പേര് ശോഭ. എൻ്റെ ഭർത്താവ് റബ്ബർ ടാപ്പിംഗ് ആണ്. എനിക്ക് കുറച്ച് തയ്യലൊക്കെ ഉണ്ട്. ഇതെൻ്റെ മൂത്ത മകളാണ്. ഇവരുടെ മൂത്തത് ഒരു മോനാണ്, കണ്ണൻ. 31 വയസ്സ് കഴിഞ്ഞു. അവന് വേണ്ടി ഒരു കല്യാണാലോചനയായിട്ട് ഞങ്ങൾ വന്നതാ. ശോഭ അവളോട് വിശദീകരിച്ചു. അവൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്തത്. കാളിന്തി എവിടെയാ പഠിച്ചേ? ശ്രീകുട്ടി ചോദിച്ചു. ഞാൻ CMS കോളേജിൽ. റിസൾട്ട് വന്നോ? ഇല്ല, അടുത്ത മാസം പകുതിയോടെ. PG ചെയ്യാൻ പ്ലാനുണ്ടോ? റിസൾട്ട് വന്നിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ. PSC കോച്ചിങ്ങിന് വല്ലതും പോകുന്നുണ്ടോ? ഞാൻ ഇതുവരെ പോയിട്ടില്ലായിരുന്നു, ഇനി പോകണം. LDC വരുന്നുണ്ട്, പ്രിപ്പയർ ചെയ്യാൻ മേലായിരുന്നോ? ബുക്സൊക്കെ മേടിച്ചിട്ടുണ്ട്, ഇനി പഠിച്ചു തുടങ്ങണം. എവിടെയാണ് പഠിക്കുന്നത്? കല്ലു ശ്രീകുട്ടിയോട് ചോദിച്ചു. ഞാൻ പഠിക്കുന്നത് പാലാ അൽഫോൺസ കോളേജിലാണ്. ഡിഗ്രിയാണോ? അല്ല, ഞാൻ PG ചെയ്യുക. ഇത് ഫൈനൽ ഇയർ. അതെയോ, എന്താ പേര്? എൻ്റെ പേര് ശ്രീകുട്ടി. ഇതെൻ്റെ ചേച്ചി രാജി. പുറത്തിരിക്കുന്നത് ചേച്ചിയുടെ ഹസ്ബൻഡ്. എൻ്റെ ചേട്ടന് വേണ്ടിയാണ് ഞങ്ങൾ കാളിന്തി ആലോചിച്ചത്. കല്ലു വെറുതെ മോളി. ചേട്ടൻ പാലാ സെൻറ് തോമസ് കോളേജിലായിരുന്നു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. PSC ടെസ്റ്റൊക്കെ ഒരുപാട് എഴുതി, പക്ഷെ ജോലിയൊന്നും കിട്ടിയില്ല. അവസാനം ചേട്ടൻ ഡ്രൈവിംഗ് പഠിച്ചു. ഒരു ടിപ്പർ ലോറി ഓടിക്കുവാണിപ്പോൾ. ശ്രീകുട്ടി വിശദീകരിച്ചു. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു എന്ന് കേട്ടതും കല്ലുവിൻ്റെ മനസ്സിൽ ഒരു ചെറിയ സന്തോഷം പോലെ തോന്നി. രാജി ചേച്ചിയുടെ വീട് എവിടെയാണ്? തോളിക്കിടന്ന കുഞ്ഞിൻ്റെ കൈകളെ മെല്ലെ തൊട്ടുകൊണ്ടവൾ ചോദിച്ചു. ആ കവലമുക്കിൻ്റെ അപ്പുറത്ത്. ഇന്നലെ കാളിന്തി കുട്ടികളെ ട്യൂഷൻ പഠിപ്പിച്ച് തിരികെ വന്ന വഴിക്ക് ഒരു ചേച്ചിയെ പരിചയപ്പെട്ടില്ലേ? ആ ചേച്ചിയുടെ പേര് കനകമ്മ എന്നാണ്. ഞങ്ങളുടെ അടുത്ത താമസം. കനകമ്മ ചേച്ചിയാണ് കാളിന്തിയുടെ കാര്യം പറഞ്ഞത്. പിന്നെ എൻ്റെ ചേട്ടൻ ഓട്ടോറിക്ഷ ഓടിക്കുവാണ്. ചേട്ടനും രാജീവ് ചേട്ടന് പരിചയമുണ്ട്. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് എത്തിയത്.
കാളിൻ്റെ ഒരു ചെറു പുഞ്ചിരിയോടെ അതെല്ലാം കേട്ടു നിന്നു. എന്നിട്ട് ചേട്ടൻ എന്തേ വരാഞ്ഞതെന്ന് അവൾ മനസ്സിൽ ആലോചിച്ചു. ചേട്ടൻ ഇന്ന് അത്യാവശ്യമായിട്ടൊരു ഓട്ടോ ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി വരാനിരുന്നതാ. ചേട്ടന് പക്ഷേ അവധി കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. അവളുടെ മനസ്സ് മനസ്സിലാക്കി എന്നവണ്ണം ശ്രീക്കുട്ടി പറഞ്ഞു. ശോഭ ശ്രീക്കുട്ടിയുടെ കൈകളിൽ പിടിച്ചു. മോളെ, നിന്നെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. ഒരുപാട് ഇഷ്ടമായി മോളെ ഞങ്ങൾക്ക്. മോൾക്ക് തുടർന്ന് പഠിക്കണമെങ്കിൽ പഠിക്കാം. ഞങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണ്. PG ചെയ്യണമെങ്കിൽ ചെയ്യാം. അല്ല PSC കോച്ചിങ് ആണെങ്കിൽ അങ്ങനെയും. എന്തായാലും ഞങ്ങൾക്ക് സമ്മതം. അച്ചമ്മ നിറഞ്ഞ മനസ്സോടെ നിൽക്കുവാണെന്ന് കാളിന്തിക്ക് തോന്നി. കാളിന്തിയുടെ നക്ഷത്രം ഏതാണ്? രാജി ചോദിച്ചു. രേവതിയാണ് മോളെ, അച്ചമ്മ പറഞ്ഞു. കണ്ണൻ്റെ നാൾ പൂരമാണ്. ശോഭയാണെങ്കിൽ കല്ലു കൊടുത്ത് ചായ മേടിച്ച് മുത്തശ്ശിക്ക് മറുപടി നൽകി. പൂരവും രേവതിയും ചേരുവല്ലേമേ? നമ്മുടെ മിഷയും രാജേഷേട്ടനും ഇതേ നക്ഷത്രമാണ്. രാജി പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. പൂരവും രേവതിയാണ് എൻ്റെ അനിയത്തിയുടെ മകളുടെ ഭർത്താവിൻ്റെയും നക്ഷത്രം. അച്ചമ്മയാണത്. അതെയോ? എല്ലാം ദൈവഹിതമാണ്. എൻ്റെ ഭഗവാനെ, നീ തന്നെ തുണ. ശോഭ മിഴികൾ ഒപ്പി. വെളിയിലിരുന്ന സുമേഷിനെ കൊണ്ടുപോയി ഒരു കപ്പ് ചായ കൊടുത്തു അച്ചമ്മ. രാജിയും ശ്രീക്കുട്ടിയും ഓരോരോ കാര്യങ്ങൾ കല്ലുവിനോട് പറയുവാണ്. മോളെ, എന്തായാലും ഞാൻ എൻ്റെ മക്കളോട് ഒന്ന് ആലോചിക്കട്ടെ കേട്ടോ. പിന്നെ കല്ലുമോൾക്ക് അച്ഛനുണ്ട്. രാജീവൻ പറഞ്ഞു കാണുമല്ലോ. കല്ലുമോളുടെ അച്ഛൻ്റെ കാര്യമല്ലേ? എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കതൊന്നും ഒരു പ്രശ്നമില്ല. എൻ്റെ മോൻ്റെ ഭാര്യയായി വന്നു കയറുന്ന പെൺകുട്ടി നല്ല സ്വഭാവമൊക്കെയുള്ള ഒരു കുട്ടിയാവണമെന്ന് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. കല്ലുവിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അമ്മ ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഇവിടെ ഇഷ്ടമാണെങ്കിൽ അടുത്ത ദിവസം തന്നെ എൻ്റെ മോനുമായിട്ട് വരാം. മോളുടെ നമ്പർ ഒന്ന് തന്നാട്ടെ. ഞങ്ങളെല്ലാവരെയും അറിയിച്ചിട്ട് വിളിക്കാമേ, അച്ചമ്മ പറഞ്ഞു. ശോഭ അപ്പോൾ തന്നെ അവളുടെ നമ്പർ കുറിച്ച് കൊടുത്തു. കുറച്ച് സമയം കൂടി സംസാരിച്ചിരുന്നിട്ട് അവരെല്ലാവരും യാത്ര പറഞ്ഞു പോയി. കല്ലുവാണെങ്കിൽ ഇപ്പം കരയുന്ന മട്ടിലാണ് നിപ്പ്. അച്ചമ്മയ്ക്ക് അത് കണ്ടതും വിഷമം തോന്നി. കല്ലുമോളെ, വേണ്ട, എന്നോട് മിണ്ടണ്ട. ശോ, എന്ന് പറഞ്ഞാൽ എങ്ങനെയാ കുഞ്ഞേ? അച്ചമ്മ ഒന്നും പറയണ്ട എന്നോട്. ഇതെന്നാ കുഞ്ഞ് നീ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്? ഏതെങ്കിലും ഒരുത്തൻ്റെ കയ്യിൽ എന്നെ ഏൽപ്പിച്ചിട്ട് തടി തപ്പാനാണോ? അങ്ങനാണോ നീ കരുതിയിരിക്കുന്നത്? പിന്നെ എന്തിനാ ഇത്രയും പെട്ടെന്ന് എന്നെ കെട്ടിച്ചു വിടുന്നത്? എനിക്ക് 20 വയസ്സല്ലേ ഉള്ളൂ. എൻ്റെ കുഞ്ഞ്, എനിക്ക് 75 വയസ്സ് കഴിഞ്ഞു. ഇനി എത്ര കാലം ഉണ്ടെന്ന് ആർക്കറിയാം? അതിനു മുന്നേ നിന്നെ കൊള്ളാവുന്ന കുടുംബത്തിൽ വിടണ്ടേ? ഇവരെയൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. നല്ല ആളുകളാണെന്ന് തോന്നുന്നു. നമ്മളെയൊക്കെ പോലെയാണ്. എനിക്കും ഇടയ്ക്കൊക്കെ വന്ന് നിൽക്കാം അവരുടെ വീട്ടിൽ. എൻ്റെ അച്ഛമ്മയൊന്ന് നിർത്തുന്നുണ്ടോ? മനുഷ്യനിവിടെ മനസ്സമാധാനമില്ല. എങ്ങനെയെങ്കിലും ഒരു ജോലി മേടിക്കണമെന്നേ എനിക്കുള്ളൂ. അപ്പോഴാ ഒരു കല്യാണവും കച്ചേരിയും. ആ ശോഭ പറഞ്ഞു കേട്ടില്ലേ, നിനക്ക് എത്ര വേണേലും പഠിക്കാമെന്ന്. PGക്ക് പോകണേ പൊയ്ക്കോളാൻ പറഞ്ഞില്ലേ? അവർക്ക് വിവരമുള്ള സ്ത്രീയാണ്. തന്നെയുമല്ല, ആ ഇളയ കുട്ടിയും കണ്ടില്ലേ പഠിക്കുന്നത്? അതൊക്കെ ഇപ്പോൾ പറയും. അണ്ടിയോട് അടുക്കുമ്പോഴാണ് മാങ്ങയുടെ പുളി അറിയുന്നത്. ദേ കല്ലുമോളെ, നീ തർക്കുത്തരം പറയില്ലേ? അവർ കാര്യമായിട്ട് പറഞ്ഞതാണ് കേട്ടോ. ആണെങ്കിലാണ്, ഞാൻ സമ്മതിച്ചു. നീ ആ ഫോണെടുത്ത് ഉഷയെ ഒന്ന് വിളിക്ക്. ഞാൻ അവളോട് പറയട്ടെ. പിന്നെ വേറെ പണിയൊന്നുമില്ലേ? അവൾ ഡ്രസ്സ് മാറാനായി പോയി. എടി കുഞ്ഞേ, നമ്പർ ഒന്ന് ഞെക്കിത്താ. നിന്റെ അച്ഛനോടും ഒന്ന് പറയണ്ടേ? ഉഷയ്ക്കല്ലേ അവൻ്റെ നമ്പർ അറിയത്തുള്ളൂ. ഓ, ഒരച്ഛൻ. ഇത് കേൾക്കേണ്ട താമസം. ഇപ്പം തന്നെ 101 പവനുമായിട്ട് വന്ന് മകളെ കെട്ടിച്ചയക്കും. ഒന്ന് പോവച്ചമ്മേ, അവൾ ഉറക്കെ പറഞ്ഞു. ഒന്നും തരേണ്ട കുട്ടി, അവനൊന്ന് വന്നാൽ മതി. കൈപിടിച്ചേൽപ്പിക്കാൻ അച്ഛൻ്റെ സ്ഥാനത്ത് അവൻ വേണ്ടേ? അതുകൊണ്ട് പറഞ്ഞതാണ്. വന്നതുമാണ്, നമുക്ക് കാണാം. ആ, അതെന്തെങ്കിലും ആവട്ടെ. നീ ഇപ്പോൾ അവളെ ഒന്ന് വിളിക്ക്. അവർ ഫോൺ എടുത്ത് നീട്ടി. കല്ലു അവരെ ദേഷ്യത്തിലൊന്ന് നോക്കിയിട്ട് ഫോൺ മേടിച്ച് ഉഷയെ വിളിച്ചു കൊടുത്തു. ഈ സമയത്ത് പെൺകുട്ടിയെക്കുറിച്ചുള്ള ചർച്ചയിലാണ് ശോഭയും പെൺമക്കളും.
എല്ലാവർക്കും പെണ്ണിനെ ഇഷ്ടമായി. പക്ഷെ പ്രായത്തിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. കണ്ണൻ അറിഞ്ഞാൽ അവൻ സമ്മതിക്കുമെന്നറിയില്ല. അതുകൊണ്ട് അവനോട് 23 വയസ്സ് പറയാമെന്ന് അവർ തീരുമാനിച്ചു. എങ്ങനെയെങ്കിലും ഇത് നടക്കണ്ടേ സുമേഷേ, അതുകൊണ്ടാ. അവൻ പക്ഷെ ഒന്നും പറഞ്ഞില്ല. കാളിന്തെ കണ്ടപ്പോൾ അവനൊരു പാവം പെൺകുട്ടിയായിട്ടാണ് തോന്നിയത്. പക്ഷെ കണ്ണൻ എങ്ങനെയാണ് സമ്മതിക്കൂ എന്നൊന്നും അവനും അറിയില്ലായിരുന്നു. അവരെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ടിട്ട് രാജി സുമേഷും തിരിച്ചുപോയി. എൻ്റെ രാജി, ആ കൊച്ചൊരു പാവമാണ്. നിന്റെ ആങ്ങൾ ഇനി എങ്ങനെയാണോ? അതെന്താ സുമേഷേട്ട അങ്ങനെ പറഞ്ഞത്? അല്ല, കണ്ണൻ ഇപ്പോഴും ദീപയോർത്തിരിക്കുമല്ലേ, അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ. അതൊക്കെ മാറും, കല്ലു ഒന്ന് വന്നോട്ടെ. ഓ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആ കൊച്ചിനാണെങ്കിൽ ആകെയുള്ളത് ഒരു വല്യമ്മ മാത്രമാണ്. ചോദിക്കാനും പറയാനും കൂടി ആരുമില്ല. സുമേഷേട്ടൻ എന്നെ ഇങ്ങനെ പറയുന്നത്? കണ്ണൻ അത്രയ്ക്ക് കൊള്ളത്തില്ലാത്തവനാണോ? അങ്ങനെ പറഞ്ഞതല്ലടി. ഇവനിപ്പോഴും മറ്റവളെ ഓർത്തിരുന്നാൽ ഒരു പെങ്കൊച്ച് കണ്ണുനീര് കുടിക്കേണ്ടി വരും, അതുകൊണ്ട് പറഞ്ഞതാണ്. ഉച്ച തിരിഞ്ഞപ്പോൾ മുതൽ അച്ചമ്മയും കല്ലും കൂടി ഉഷയുടെ നമ്പറിൽ വിളിക്കുന്നതാണ്. പക്ഷേ അവർ ഫോൺ എടുത്തില്ല. അവളുടെ ഭർത്താവിനെ വിളിച്ചു നോക്കിയപ്പോൾ അവർ കുടുംബശ്രീയുടെ മീറ്റിങ്ങിന് പോയി എന്ന് പറഞ്ഞു. 5 മണി കഴിഞ്ഞപ്പോൾ ഉഷ വന്നത്. അവ തിരിച്ചു വിളിച്ചു കല്ലുവിൻ്റെ നമ്പറിൽ. മോളെ ഉഷേ. അച്ചമ്മയാണെങ്കിൽ എല്ലാം വള്ളി പുള്ളി വിടാതെ വിശദീകരിച്ച് പറയുകയാണ് മോളോട്. കല്ലുവാണെങ്കിൽ നല്ല ദേഷ്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവൾക്കാകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥ. ആ, നീ തന്നെ ഈ കുട്ടിയൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്, ഞാനവിടെ കൈ കൊടുക്കാം. അച്ചമ്മ ഫോൺ കല്ലുവിൻ്റെ നേർക്ക് നീട്ടിയെങ്കിലും അവളത് മേടിക്കാതെ നിന്നു. കല്ലു, നിനക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും കാര്യം പറ. ഒരു ചെക്കൻ വന്ന് കണ്ടെന്ന് കരുതി ഉടനെ നിന്നെ അവൻ്റെ ഒപ്പം കെട്ടിച്ചുവിടാനൊന്നുമല്ല. ഉഷയുടെ സംസാരം അവൾ ഫോണിലൂടെ കേട്ടു. എന്നിട്ട് അച്ചമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചു. എൻ്റെ അപ്പച്ചി, അതിന് ചെക്കൻ വന്നോ? ഇല്ലല്ലോ, ചെക്കൻ്റെ വീട്ടുകാരല്ലേ വന്നത്. എന്തെങ്കിലും പ്രശ്നമുള്ളതാണോ എന്നൊക്കെ ആർക്കറിയാം. ഈ അച്ചമ്മ വെറുതെ ഓരോന്ന് പറയുന്നത് കേട്ട് അപ്പച്ചി അതൊന്നും വിശ്വസിക്കണ്ട. ചെക്കൻ അധികം താമസിയാതെ വരുമെന്നാണ് ശോഭ ഇറങ്ങാൻ നേരം പറഞ്ഞത്. അച്ചമ്മ ആരോടെന്നല്ലാതെ പറഞ്ഞു. അമ്മ പറയുന്ന ഒന്നും കേൾക്കണ്ട മോളെ. നിനക്ക് എന്ത് തോന്നുന്നു? അവരോടൊക്കെ സംസാരിച്ചപ്പോൾ നല്ല ആളുകളാണോ? എൻ്റെ അപ്പച്ചി, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. ആകെപ്പാടെ തലയ്ക്കൊരു പെരുപ്പാണ്. സത്യം പറഞ്ഞാൽ ഒരു ജോലിയൊക്കെ നേടിയിട്ട് മെല്ലെ മതി വിവാഹം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇതിപ്പോൾ ഇത്ര പെട്ടെന്ന്. മോളെ, നിനക്കറിയാലോ നമ്മുടെയൊക്കെ അവസ്ഥ. അമ്മയ്ക്ക് പ്രായം കൂടി വരുവാണ്. അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിനക്ക് ആരാണ് മോളെ ഉള്ളത്? ഒരച്ഛനുള്ളത് ഭാര്യയും മക്കളുമായിട്ട് സുഖമായിട്ട് കഴിയുക. പിന്നെ എനിക്കാണെങ്കിലും ഇവിടുന്ന് ഇട്ടെറിഞ്ഞ് പോരാൻ പറ്റുമോ? മോളൊന്ന് ആലോചിച്ച് നോക്ക്. ആ ചെറുക്കൻ്റെ അമ്മ പറഞ്ഞത് നിനക്ക് എത്ര വേണമെങ്കിലും പഠിക്കാമെന്നല്ലേ. പിന്നെ ആ ചെറുക്കനും അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഇല്ലേ മോളെ? നല്ല ആളുകളാണെങ്കിൽ നമുക്കിത് ഉറപ്പിക്കാം. അമ്മച്ചി പറഞ്ഞുവെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ നിൻ്റെ ഇഷ്ടം. അപ്പച്ചി എന്നെ വിഷമിപ്പിക്കരുത്. ഞാൻ ഉത്തരം പറയുന്നതാണെന്ന് ഓർക്കരുത്. ഒരു 2 കൊല്ലം കൂടി കഴിഞ്ഞിട്ട് മതി എൻ്റെ വിവാഹം. അപ്പച്ചി അച്ചമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. മോള് വിഷമിക്കണ്ട, ഞാൻ അമ്മയോട് പറയാം. ഉഷ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. അച്ചമ്മയും കേൾക്കുന്നുണ്ടായിരുന്നു അവളുടെ തീരുമാനം. പിന്നീട് അവരും അവളെ ശല്യപ്പെടുത്താൻ പോയില്ല. എന്താണ് ഒരു തീരുമാനം എടുക്കേണ്ടതെന്നറിയാതെ കല്ലും വിഷമിച്ചു. കാരണം അവൾക്കറിയാം അച്ചമ്മയ്ക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും ക്ഷീണം കൂടിക്കൂടി വരികയാണെന്ന്. ഉത്തരം കിട്ടാത്ത ചോദ്യം മനസ്സിലെ തളർത്തുന്നതായി അവൾക്ക് തോന്നി. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നുവെന്ന് അവൾക്ക് തോന്നി. പാവം പിടിച്ച അച്ചമ്മ ഇനി എന്ത് ചെയ്യാൻ? ഈ സമയം കണ്ണൻ വരുന്നതും കാത്തിരിക്കുവാണ് ശോഭയും ശ്രീകുട്ടിയും. വിവരങ്ങളൊക്കെ പറഞ്ഞപ്പോൾ രാജന് സന്തോഷമായി. പിന്നെ പെൺകുട്ടിയുടെ പ്രായം കണ്ണനോട് പറയേണ്ടെന്ന് ശോഭ പറഞ്ഞു. അവൻ ചിലപ്പോൾ സമ്മതിക്കില്ലെന്ന് അവൾക്ക് തോന്നി. പക്ഷെ അമ്മേ, ആ പെൺകുട്ടിയെ കണ്ടാൽ 20 പോയിട്ട് 18 പോലും പറയില്ല. പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ ചേട്ടന് കാര്യം മനസ്സിലാവും. അതൊക്കെ അപ്പോഴല്ലേ. ആ കൊച്ചിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവനതൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ശോഭ മകളോട് പറഞ്ഞു. 3 പേരും വരാന്തയിലിരിക്കുകയാണ്. അപ്പോഴേക്കും ശോഭയുടെ ഫോൺ ബെല്ലടിച്ചു. രാജിയാണ് വിളിക്കുന്നത്. അമ്മ, അവൻ വന്നോ?
കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞു അവനോട്? ഇല്ലടി മോളെ, അവൻ ഇതുവരെ എത്തിയില്ല. ഞങ്ങൾ അവനെ നോക്കി ഈ തിണ്ണയിലിരിക്കുക. അച്ഛൻ എന്തു പറഞ്ഞമ്മേ? അച്ഛന് ഇഷ്ടക്കുറവൊന്നുമില്ല, എങ്ങനെയെങ്കിലും ഒന്ന് നടന്നാൽ മതിയെന്ന് പറഞ്ഞു. നടക്കൂ അമ്മേ, ഇതാണ് അവനു വേണ്ടി ഈശ്വരൻ കാത്തുവെച്ച പെൺകുട്ടി. എൻ്റെ രാജുമോളെ, നിന്റെ നാക്ക് പൊന്നാവട്ടെ. എത്ര നാളായി എൻ്റെ കൊച്ചിനൊരു കല്യാണം ആലോചിക്കാൻ തുടങ്ങിയിട്ട്. അവൻ അമ്പിനും വില്ലിനും അടുക്കില്ലായിരുന്നു. അവസാനം ഒന്ന് സമ്മതിച്ചു തന്നത് ഇപ്പോഴാണ്. അപ്പോഴേക്കും കുഞ്ഞ് കരയുന്നത് ശോഭ ഫോണിലൂടെ കേട്ടു. എടി മോളെ, എന്നാ നീ വെച്ചോടി, കുഞ്ഞു വഴക്കല്ലേ. അവൻ വന്നിട്ട് ഞാൻ വിളിക്കാൻ നിന്നെ. ശരിയമ്മേ. രാജി ഫോൺ കട്ട് ചെയ്തു. എൻ്റെ ദൈവമേ, എങ്ങനെയെങ്കിലും ഈ കല്യാണം നടന്നാൽ മതിയായിരുന്നു. ശോഭ അത് തന്നെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഇരുന്നു. എടി ശോഭേ, എന്താ ചേട്ടാ? ആ പെങ്കൊച്ചിൻ്റെ വീട്ടിൽ സമ്മതമായിരിക്കുമോ? അവരാരും ഇവനെ കണ്ടിട്ടില്ലല്ലോ. അച്ഛൻ പറഞ്ഞത് സത്യമാണ്. ഞാനും അതേക്കുറിച്ച് ആലോചിക്കുമായിരുന്നു. നിങ്ങൾ കൂടുതലൊന്നും ആലോചിക്കണ്ട. ആ കുട്ടിക്ക് എൻ്റെ മോനെ ഇഷ്ടമാകും, എനിക്ക് ഉറപ്പാണ്. ശോഭ ഒട്ടും ആത്മവിശ്വാസം കൈവിടാതെ ഇരുവരോടും പറഞ്ഞു. അപ്പോഴേക്കും കണ്ണൻ്റെ വണ്ടിയുടെ വെളിച്ചം ശ്രീകുട്ടി കണ്ടു. ആ, ചേട്ടൻ വരുന്നുണ്ട്. എൻ്റെ കൃഷ്ണ, എല്ലാം ഒന്ന് നടന്നാൽ മതിയായിരുന്നു. ശോഭ തിണ്ണയിൽ വെച്ചിരിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞു. ബൈക്ക് ഷെഡിലേക്ക് കയറ്റി വെച്ചിട്ട് അവൻ കയറി വന്നു. എന്താ പതിവില്ലാത്ത ഒരു വട്ടമേശ സമ്മേളനം? അതിനിവിടെ എവിടെയാണ് വട്ടമേശ? രാജൻ മകനെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഓ എൻ്റെ ദൈവമേ, ഇതെന്തൊരു തമാശയാച്ചാ. ചിരിച്ച് ചിരിച്ച് ഞാനിപ്പോൾ പണ്ടാരടങ്ങും. അമ്മേ, കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്, മടുത്തു. അവൻ അമ്മയെ നോക്കി പറഞ്ഞിട്ട് തൻ്റെ റൂമിലേക്ക് കയറിപ്പോയി. ശ്രീകുട്ടി, നീ അവൻ ഇത്തിരി ചായ എടുക്കടി. ശോഭയും മകൻ്റെ പിന്നാലെ പോയി. മോനെ കണ്ണാ. എന്താമ്മേ? അവൻ ഷർട്ടൂരി ഹാങ്കറിൽ തൂക്കിയിടുകയാണ്. ഞങ്ങളിന്ന് ആ പെങ്കൊച്ചിനെ പോയി കണ്ടു കേട്ടോടാ. ഏത് പെങ്കൊച്ചിനെ? നീ ഇതെന്നെ ചോദ്യമാടാ ചോദിക്കുന്നേ, ഒന്നും അറിയാത്ത പോലെ. അമ്മ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയേ. എടാ മോനെ, രാജി പറഞ്ഞ ആ പെങ്കൊച്ചിനെ. ആ. അവൻ താല്പര്യമില്ലാത്തതുപോലെ ഒന്ന് മൂളിയിട്ട് കുളിക്കാനായി പോയി. ശോഭയ്ക്ക് ദേഷ്യം വന്നെങ്കിലും ഒന്നും പറയാതെ അവരും അവൻ്റെ പിന്നാലെ ചെന്നു. ഇന്നാ ചേട്ടാ ചായ. ശ്രീകുട്ടി അപ്പോഴേക്കും ചായ എടുത്തുകൊണ്ട് വന്നു. ചേട്ടാ, നല്ല പെൺകുട്ടിയാണ്, ചേട്ടന് നന്നായി ചേരും. അവൻ അവളെ നോക്കി ഒന്ന് പേടിപ്പിച്ചു. അയ്യോടാ, ഇതെന്തൊരു നോട്ടാണ്. ഞാൻ പേടിച്ചു പോയി കേട്ടോ. മിണ്ടാതിരിക്കടി. ചിലച്ചോണ്ട് നിൽക്കും അവള്. അവൻ ഒച്ച വെച്ചു. പഠിത്തമൊക്കെ ഉണ്ട് ചേട്ടാ. BSc മാത്സ് ആയിരുന്നു. ഇപ്പോൾ PSc പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക. പിന്നെ PG ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു ഇവിടെ വന്നിട്ട് പഠിക്കാൻ പോയിക്കോളാൻ. ഒറ്റ ശ്വാസത്തിൽ അവൾ പറഞ്ഞു. ഡി 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 നീ എങ്ങോട്ടായി കത്തി കയറുന്നത്? നിന്നോട് ഈ വിവരങ്ങൾ വല്ലതും ഞാൻ ചോദിച്ചോ? കണ്ണനാണെങ്കിൽ ശ്രീകുട്ടിയോട് കയർത്തു. എന്നാടാ നീ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നത്? നീ പറഞ്ഞിട്ടല്ലേ ഞങ്ങളെല്ലാവരും ആ കൊച്ചിനെ കാണാൻ പോയത്? ശോഭയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അമ്മ എനിക്ക് സമാധാനം തരാഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞത്. ദൈവമേ, ഈ ചെറുക്കൻ ഇത് എന്തോന്നാ പറയുന്നേ? ദേ, മര്യാദയ്ക്ക് അടുത്ത ദിവസം ആ കൊച്ചിനെ കാണാൻ പോയിക്കോണം നീ. അവർക്കൊക്കെ സമ്മതമാണ്. നീ ഇനിയൊന്ന് ചെന്ന് കണ്ടാൽ മതി. എന്തോന്ന് സമ്മതമേ? അതിനാ പെൺകുട്ടി എന്നെ കണ്ടുപോലുമില്ല. നിന്നെ കണ്ടാൽ ആ കൊച്ചിന് ഇഷ്ടമാകും, എനിക്ക് ഉറപ്പാണ്. അതൊക്കെ ആയിരിക്കും, പക്ഷേ എനിക്ക് പെണ്ണിനെ ഇഷ്ടമാകണ്ടേ? അവൻ ചോദിച്ചതും ശ്രീകുട്ടിയും ശോഭയും ഒന്ന് ഞെട്ടി. ആ, ഇനി ഇവൻ ഓരോ തടസ്സം പറഞ്ഞ് ഇത് മാറ്റിവിടാനുള്ള പരിപാടിയാണ്. ശോഭയ്ക്ക് ഒരു പണിയില്ലല്ലേടി. വെറുതെ ഒരു പെങ്കൊച്ചിന് ആശ കൊടുത്തിട്ട്. രാജന് ശരിക്കും ദേഷ്യം വന്നു. കണ്ണൻ ആരോടും ഒന്നും പറയാതെ കുളിക്കാനായി കിണറ്റുകരയിലേക്ക് ഇറങ്ങിപ്പോയി. എടി, അവൻ പറഞ്ഞു വന്നത് എന്നതാടി? ഈ കല്യാണം അവൻ മുടക്കുമെന്നല്ലേ? ശോഭ താടിക്ക് കൈയും കൊടുത്ത് മകനെ നോക്കി നിന്നു. എൻ്റെ അമ്മേ, ഇത് പണിയാകും. നല്ല എട്ടിൻ്റെ പണി. ഇല്ലെങ്കിൽ നോക്കിക്കോ. എങ്കിൽ ഇവനെ കൊന്ന് ഞാനും ചാകും, ഉറപ്പ്. ശോഭയ്ക്ക് കരച്ചിൽ വന്നു. ഓ, ഈ അമ്മയെ കൊണ്ട് തോറ്റു. എടുത്ത വായിൽ ഇതാണോ പറയുന്നത്? ശ്രീകുട്ടി അമ്മയോട് ദേഷ്യപ്പെട്ടു. ഇവളിങ്ങനെയൊക്കെ പറയത്തേ ഉള്ളു മോളെ. പൊന്നാരാങ്ങളെ കണ്ടല്ലേ പഠിക്കുന്നത്. രാജൻ പല്ലിറുമ്മി.
പിന്നെ ഞാൻ എന്തോ പറയണം? ഒരു തരത്തിലെല്ലാം ഒന്ന് കരക്കെടുത്തപ്പോൾ എൻ്റെ ഭഗവാനെ, ഇതൊക്കെ എന്തൊരു വിധിയാണ്. ശോഭ കരയാൻ തുടങ്ങി. ആ, പതിവ് നാടകം ആരംഭിച്ചോ? കണ്ണൻ കുളി കഴിഞ്ഞ് തോർത്തെടുത്ത് മുറ്റത്തെ അഴയിൽ പിഴിഞ്ഞു വിരിച്ചു. നിന്റെ ഉദ്ദേശം എന്നാ കണ്ണ? സത്യം പറ. പെറ്റതള്ളയുടെ കണ്ണുനീര് നീ കാണുന്നില്ലേ? അമ്മ ചോദിച്ചപ്പോൾ അവൻ അവരെ നോക്കി ചിരിച്ചു. ഇളിക്കാതെ കാര്യം പറയടാ. കുറച്ചായി ബാക്കിയുള്ളവരെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കുന്നു. ശോഭ അവൻ്റെ തോളത്ത് ഒന്ന് കൊടുത്തു. ഒരു ദുരുദ്ദേശവുമില്ല, പോരെ? പിന്നെ നീ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ പോയി പെണ്ണ് കാണാൻ തീരുമാനിച്ചു, അത് മതിയോ? അവൻ്റെ വാക്കുകൾ കേട്ട് മൂവരും വിശ്വാസം വരാതെ അവനെ ഉറ്റുനോക്കി. സത്യമാണോ മോനെ? ഓ, ഈ അമ്മയോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എടാ, നീ ഒന്നുകൂടൊന്ന് പറയേ, സത്യമാണോ? ആടെ അടുത്ത ആള്. എൻ്റെ അച്ഛൻ സത്യമാണ്. ഞാൻ പെണ്ണ് കാണാൻ പോവാ, നാളെ തന്നെ. നിങ്ങൾക്കൊക്കെ അതല്ലേ ആഗ്രഹം? ഇനി ഞാനായിട്ട് എതിര് നിൽക്കില്ല. അതും പറഞ്ഞുകൊണ്ട് അവൻ ശ്രീകുട്ടിക്കൊരു തട്ടും കൊടുത്ത് അകത്തേക്ക് പോയി. അപ്പോഴും കേട്ടത് വിശ്വസിക്കാനാവാതെ പകച്ചു നിൽക്കുകയാണ് അവർ മൂവരും. തുടരും.